എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ള ആളെ പുതിയൊരാളാണ്. ലക്ഷ്മി രണ്ടാളില്ല. അന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. ഇതിൻ്റെ ചെറിയ മോളാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞാൻ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ നിന്നാണ് ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്താ വീഡിയോ എന്ന് വെച്ചാൽ, ഞങ്ങൾ ഇന്ന് വീട്ടിലേക്ക് വരുന്ന കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ എന്തായാലും ആ കാഴ്ചയിലേക്ക് സ്വാഗതം. കമാ അവിടെ ഫോട്ടോ. ഇന്ന് ശ്രീകുട്ടീൻ്റെ കോളേജിൽ നിന്ന് എന്തോ ഒരു പരിപാടിയുണ്ട്. എന്താ കോട്ടൊക്കെ എന്തോ. അപ്പോൾ അത് നടക്കണം. അപ്പോൾ ഇന്ന് രാത്രി ലേറ്റ് ആവുമെന്ന് പറയണം. അപ്പോൾ എൻ്റെ ചെറിയച്ഛൻ്റെ മോളും ശ്രീകുട്ടിയും ഒക്കെ ഒരേ കോളേജിലാണ് പഠിക്കണത്. അപ്പോൾ ആ കുട്ടി ഇന്ന് ഇങ്ങോട്ട് വരും. അപ്പം ഇന്ന് ഇന്നേട്ടം വന്നപ്പോൾ ചിക്കൻ കൊണ്ടുവരുന്നു. അപ്പോൾ വിചാരിച്ചെന്നാൽ നെയ്ച്ചോറാക്കാം. അപ്പോൾ അങ്ങനെ കാട്ടി നിൽക്കണം. ലക്ഷ്യം വന്ന് കൊണ്ടിട്ടോ പുട്ട് കൊണ്ടെടുക്കാം. രാവിലെ മറ്റോനും പോകും പുട്ട്. മോൾക്ക് വയ്യ. പിന്നെ മുത്തു ആണെങ്കിൽ മുത്തുവിൻ്റെ അമ്മ പനിച്ചെടുക്കുക. അപ്പോൾ ഒരു വീട്ടിൽ തന്നെ ആരുമില്ല. അച്ഛനും അമ്മയും ഒരു അനിയത്തി മകൾ, ചെറിയ അനിയത്തിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് പനിയായപ്പോൾ മുത്തു പോയി. ചുരുക്കം പറഞ്ഞ അമ്മയാണ് അടുക്കളയിൽ. ഞാനായി. എന്റെ ബാക്കിൽ ഒരാൾ ഒളിച്ചിട്ടുണ്ട്. നമുക്ക് ആളൊന്ന് കാണിച്ചാലും. ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. ഞങ്ങൾക്ക് അവിടെ ഒരു പരിപാടി ഉണ്ട്, ഒരു ഫംഗ്ഷൻ. അതും വ്ലോഗായി വരൂലേ? എന്തായാലും ഇന്നത്തെ വീഡിയോയില്, ഇന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോയില് ഒരാൾ കമന്റ് തന്ന ആ പേരെന്താ അത് പറഞ്ഞിട്ടുണ്ട്. ആ ചേച്ചിക്ക് വേഗം സുഖാവട്ടെ. എന്തായാലും നല്ല കണ്ടപ്പോൾ നല്ല സന്തോഷം. ചിക്കൻ റെഡിയാണ്. മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പും തട്ടി വെച്ചാണ് ആ ചിക്കനൊക്കെ ഇന്ന് എരിവ് പിടിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളത് കഴിച്ചു. ഇപ്പം ശ്രീകുട്ടി ചെറിയ മോളും ഇതായി എത്തി. ഇവർ ചിരിക്കുകയാണ് ഞാൻ പറയണ കേട്ടിട്ട്. അപ്പോൾ ഇവർ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ കാണിച്ചില്ലായിരുന്നു ഞങ്ങൾ ഉണ്ടാക്കിയ സാധനങ്ങൾ. അപ്പോൾ ഇതാണ് നെയ്ച്ചോറും ചിക്കൻ കറിയുടെ പാത്രങ്ങൾ നോക്കണ്ട കേട്ടാ. ഒന്ന് ഇളക്കിക്ക ശ്രീകുട്ടിയെ. അങ്ങനെ ചിക്കൻ കറി ഇതല്ല രസമുണ്ട്. ഇത് ലച്ചുണ്ടാക്കിയാണ്. പൈനാപ്പിളിൻ്റെ വരെ മാങ്ങ ഇട്ടത് നല്ല രസമുണ്ട്. കഴിച്ചോക്കി. നിങ്ങൾ അഭിപ്രായം പറയണേ. എന്താ മുന്നോട്ടിയെ എൻ്റെ അഭിപ്രായം? കഴിച്ചിട്ടില്ല. വായന വെച്ചപ്പോഴത്തേക്ക് രാവിലത്തെ ഫുഡ് കഴിക്കുകയാണ്. ഇന്ന് അവരുടെ കോളേജിൽ ഇന്നലെ ഉണ്ട് പരിപാടി. ഇന്നും നാളെ ഉണ്ട്. അപ്പോൾ ഇന്ന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. മേക്കപ്പ് കഴിഞ്ഞിട്ട് ഇറങ്ങണില്ലായിരുന്നു. ചായക്കടി ഇഡ്ഡലി ഉണ്ടാക്കിയിരുന്നു, അത് കഴിഞ്ഞു. ബാക്കി കുറച്ച് ദോശ ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞു. പിന്നെ പുട്ടുണ്ടാക്കി. എങ്ങനെയുണ്ട് ചട്നി? ലച്ചുണ്ടാക്കിയ ചട്നി എങ്ങനെയുണ്ട് പൊന്നിട്ടിയ? ഉണ്ടാക്കിയ ചട്നി അടിപൊളി, നല്ല രസമുണ്ട്. ശ്രീകുട്ടിക്ക് അമ്മേൻ്റെ സാമ്പാർ എങ്ങനെയുണ്ട്? ആയിക്കോട്ടെ. ബൈ അമ്മ പോയിട്ടാ അജ്ജ താറ്റാ. ഞങ്ങളിതാ ഇറങ്ങാണ്. നല്ല മഴയാണ് ഇവിടെ, കണ്ടില്ലേ മഴ. അപ്പം ഞങ്ങൾ പോകും. അപ്പോൾ ഗൈസ് ഞങ്ങളിങ്ങനെ പോവാണ്. ഞങ്ങൾ അങ്ങാടിയിൽ വണ്ടി കാത്തിക്കണം. ബസ് ഒറ്റ ബസ്സിനെ കാണാനില്ല. 5:15 ഇത്രഞ്ഞ് ബസ്.
നമ്മൾ പോയി. ഞങ്ങൾക്ക് വണ്ടി കിട്ടിയില്ല, ഓട്ടോ ഒന്നുമില്ല അവിടെ. അപ്പോൾ ഞങ്ങൾ നടക്കും. എടുത്തിങ്ങനെ തെറിപ്പിക്കാതെ ചില ആൾക്കാരങ്ങനെ രമണി പ്രകൃതി രമണി. ഇവിടെ വരുന്ന ഒരു വീട്, ഇതൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഒന്നല്ലായിരുന്നു. ഇപ്പൊക്കെ ഇങ്ങനെ വലിയ വലിയ വീടുകളായി ഇവിടൊക്കെ. അച്ഛനും കോളേജല്ല കേട്ടോ, ഒന്ന് സ്കൂളാണ് ആ ഭാഗത്ത്. അച്ഛൻ്റെ കോളേജ് വളാഞ്ചേരി പോകണം. ഇതാണ് നമ്മളെ വഴി. നമ്മൾ എത്രയോ കാലമാണ് നടന്നിട്ട് ഇടത് കൂടിയൊക്കെ. സംഭവം എന്താ, രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് പറഞ്ഞ പോലെ നമുക്ക് വീഡിയോ എടുക്കാനും പറ്റി. ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങളെയൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. എന്തുണ്ട് അങ്ങനൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ടാവും. നമ്മളിങ്ങനെ പോവുകയാണ്. ഇവിടെ ാണ് ശ്രീമാറാക്കര ഭഗവതി ക്ഷേത്രം. ഇതാണ് നമ്മൾ വീട്ടിൽ. ഞങ്ങളെ കുട്ടിക്കാലത്തൊക്കെ ഓണത്തിനൊക്കെ പൂ പറിക്കാൻ അങ്ങോട്ടൊക്കെ വരും. ഇപ്പൊക്കെ ആലോചിക്കുമ്പോൾ എന്തോ പറയാം. എന്നിട്ട് ഈ സൈഡിൽ നിറച്ച് ഓണപ്പൂ ഉണ്ടാവും, അതൊക്കെ ഞങ്ങളിങ്ങനെ പൊട്ടിക്കും. ഉണ്ടോ കൃഷ്ണകിരീടം, എന്താ ഭംഗിയില്ലേ, നിറച്ചുണ്ട് കേട്ടോ. അയ്യോ, നമ്മളവിടെ ഒന്നും കിട്ടാനില്ല, ഭയങ്കര ഒന്നും ഈ സംഭവം കുറവാണ്. നമ്മളവിടെ തൊടികളില്ലല്ലോ അങ്ങനെ. അയ്യോ എന്താ ഭംഗി, സൂപ്പർ. ലച്ചു ഇങ്ങനെ നോക്കിയിട്ട് എന്തൊരു ഭംഗി. ബസ്സിൽ നിൽക്കുമ്പോൾ അച്ഛൻ വിളിച്ചിരുന്നു, എവിടെ എത്തിന്ന് ചോദിച്ചിട്ട്. ബസ്സിലാണെന്ന് പോകും, ബസ്സിലാണ്. അങ്ങനെ ഇന്നിപ്പോൾ എന്താവും അങ്ങനെ നടക്കാനൊരു യോഗം. നല്ലതാണ്, ഞങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് എടുക്കാനും പറ്റി. നെക്സ്റ്റ് വഴികളാണ് മക്കളെ. ഇതാണോ ചെങ്കദളി? അല്ല, ചെങ്കദളി പഴമാണല്ലോ, സോറി, ഇത് ചെന്തങ്ങ്. അയ്യടാ, എൻ്റെ തറവാടാട്ടോ. അതെ, ചെടികൾ നോക്കി, നല്ല രസമല്ലേ. ഇവിടെ വഴിക്ക് വീഴാ പറഞ്ഞു. ഹായ്, നല്ല ഭംഗിയുള്ളൊരു പൂത. ഏതാ ഒരു താമര. ഇതൊന്നും നമ്മളെ വീടിൻ്റെ അവിടെ ഇല്ല കേട്ടാ, നമ്മളെ വീടിൻ്റെ പരിസരത്തിട്ടാ. അല്ല പുറത്ത് പോയാലൊക്കെ ഉണ്ടാവും, നമ്മൾ ആരാണ് പുറത്തേക്ക് ഇറങ്ങണതിന്. അപ്പം ഞങ്ങൾ വീടെത്താനായി. വീട് ചിലപ്പോൾ അമ്മ ചീത്ത പറയും. വല്ലാത്തൊരാൾക്കാരെന്നെ, ഒരു പരിപാടിയായിട്ട് ഈ നേരത്താണോ വരികയെന്ന് ചോദിക്കും ചിലപ്പം. വീടെത്തി. ഇതാണ് നമ്മുടെ വീട്. ഇവിടെ കുറച്ച് നായക്കുട്ടികളുണ്ട്. ഓട്ടോ കിട്ടിയില്ലേ?
ഞങ്ങൾ വണ്ടി കിട്ടിയില്ല. കോളേജിൽ നിന്ന് വരും. ഒരു പോക്ക് പോയ 4 മണിക്കൂർ കണ്ടേ വരുള്ളൂ. എടാ അത് നന്നായി എന്തായാലും. എന്താ എനിക്ക് നാളെ ഇവിടെ പരിപാടി? ഒരു പരിപാടി ഇല്ല. പിന്നെ അത് ഇന്ന് നമ്മളൊക്കെ വന്നിട്ട് അമ്മമ്മേന്റെ സ്പെഷ്യൽ നെയ്യപ്പവും ഉണ്ണിയപ്പവും. ടെക്നോളജിയാണ് ട്രിക്ക്. നെയ്യപ്പം പൊള്ളക്കണ ട്രിക്ക്. നമുക്കിത് ഉണ്ടാക്കിയ ആളെ കാണണ്ടേ? അമ്മമ്മ നോക്കൂ നോക്കൂ ഇവിടെ നോക്കി. ഇതൊക്കെ കഴിക്കണം. ഉണ്ണിയപ്പത്തെ പൊള്ളച്ചായിരുന്നു. അല്ല ഒന്ന് നല്ല മധുരമായിട്ട് എരിവുള്ള കടിയൊക്കെ ആക്കിയാൽ മതിയോ? സന്ദീപ് വരുമോ? അപ്പൊ അമ്മമ്മയുടെ ഉണ്ണിയപ്പം അപ്രൂവ്. ഇവിടെ ഒരു സെലിബ്രിറ്റി ഉണ്ട്, പക്ഷെ കാണിക്കാൻ പറ്റില്ല. അത്ര മോശപ്പെട്ടത്. ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ കാഴ്ചകളൊക്കെ? ഞങ്ങൾക്ക് ഇഷ്ടമായോ? ഞങ്ങളുടെ നാടൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാം. അമ്മമ്മയുടെ ഉണ്ണിയപ്പം അതും പറയും. അമ്മയുടെ ഉണ്ണിയപ്പവും നെയ്യപ്പം ഒക്കെ ഞങ്ങൾ കഴിച്ചിട്ട് വന്നിട്ടുണ്ട്. കാണാൻ എങ്ങനെയുണ്ടായിരുന്നു പറഞ്ഞാൽ മതി നിങ്ങൾ. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.